Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ പാർട്ടിക്ക് വരുന്നില്ലെന്ന് കേട്ടു. നീ പാർട്ടിക്ക് വരുന്നില്ലെന്ന് കേട്ടു. I heard that you're not coming to the party. I heard that you're not coming to the party. I heard എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു that you are not coming to the party. You are not coming. നീ വരുന്നില്ല പാർട്ടിക്ക്. You're not coming to the party എന്ന് ഞാൻ കേട്ടു. I heard. ഈ പാട്ട് ഇതിനു മുൻപ് നീ കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് ഇതിനു മുൻപ് നീ കേട്ടിട്ടുണ്ടോ? Have you heard this song before? Have you heard this song before? Hear എന്ന് പറഞ്ഞാൽ കേൾക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹേർഡ്, HEARD. അപ്പോ ഹാവ് യു ഹേർഡ് ദിസ് സോങ് ബിഫോർ എന്ന് വെച്ചാൽ ഈ പാട്ട് ഇതിനു മുൻപ് നീ കേട്ടിട്ടുണ്ടോ? നീ ഈ പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ, ശ്രദ്ധിക്കണം. പാട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഇവിടെ നമ്മൾ പറയുന്നത് നീ ഈ പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് മേ ബി ഈ പാട്ടൊരു സ്പെഷ്യൽ പാട്ടായിരിക്കാം, എന്തെങ്കിലും അതിന്റെ പിന്നിൽ ഒരു എന്താ പറയുക, ഒരു കഥയുണ്ടാവാം, അല്ലെങ്കിൽ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് സോങ്. ഓക്കെ, യു ഹേർഡ് അബൌട്ട് ദിസ് സോങ് ബിഫോർ. ബിഫോർ ഇവിടെ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് സോങ്, ഈ പാട്ടിനെ കുറിച്ച്, അബൌട്ട് ദിസ് സോങ് നീ കേട്ടിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആദ്യം നമ്മൾ ചോദിച്ചത് നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഈ പാട്ടിനെ കുറിച്ച്, അബൌട്ട് ദിസ് സോങ് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ്. ആരോ എന്റെ പേര് വിളിക്കുന്നത് കേട്ടു. ആരോ എന്റെ പേര് വിളിക്കുന്നത് കേട്ടു. ഐ ഹേർഡ് someone calling my name. I heard someone calling my name. അപ്പൊ ഇവിടെയും നമ്മൾ ഹേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആരോ എന്റെ പേര് വിളിക്കുന്നത്, കോളിംഗ് മൈ നെയിം. നീ കുറച്ച് ഉറക്കെ സംസാരിക്കണം, എനിക്ക് നിന്നെ കേൾക്കുന്നില്ല. നീ കുറച്ച് ഉറക്കെ സംസാരിക്കണം, എനിക്ക് നിന്നെ കേൾക്കുന്നില്ല. യു ഹാവ് ടു സ്പീക്ക് അപ്പ് എ ലിറ്റിൽ, ഐ കാൺട്ട് ഹിയർ യു. യു ഹാവ് ടു സ്പീക്ക് അപ്പ് എ ലിറ്റിൽ. ഈ ഫോണിലോ മറ്റോ നമ്മൾ ഒരാളുടെ അടുത്ത് കുറച്ചും കൂടെ ഉറക്കനെ സംസാരിക്കൂ എന്ന് പറയുന്നതിനെ നമ്മൾ സ്പീക്കപ്പ് എന്നാണ് പറയുക. ഓക്കെ, സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ക്യാൻ യു സ്പീക്ക് ലൗഡർ എന്നാണ് പറയുക, ലൗഡായിട്ട് സംസാരിക്കൂ. പക്ഷെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് പ്രയോഗം സ്പീക്കപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ യു ഹാവ് ടു സ്പീക്കപ്പ് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നീ കുറച്ച് സൗണ്ട് കൂടുതലായി സംസാരിക്കണം. ഐ കാൺട്ട് ഹിയർ യു, എനിക്ക് നിന്നെ കേൾക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഹിയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മുന്നത്തെ സെന്റൻസിൽ ഹേർഡ് ഉപയോഗിച്ചു. അവന് നർമ്മബോധം ഒട്ടുമില്ല. അവന് നർമ്മബോധം ഒട്ടുമില്ല. He does not have any sense of humor. He doesn't have any sense of humor. നർമ്മബോധം എന്നതിനെ സെൻസ് ഓഫ് ഹ്യൂമർ എന്നാണ് പറയേണ്ടത്. നമ്മൾ മലയാളത്തിൽ പല സിനിമകളിൽ പോലും കേട്ടിട്ടുണ്ട് ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ് ഇത് തെറ്റായ ഒരു ഇംഗ്ലീഷാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നർമ്മബോധം എന്നതിനെ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഴപ്പമാണ്. നർമ്മം എന്ന് പറഞ്ഞാൽ ഹ്യൂമർ, ബോധം സെൻസ്, അപ്പോൾ ഹ്യൂമർ സെൻസ് ആയി. പക്ഷെ ഇംഗ്ലീഷിൽ സെൻസ് ഓഫ് ഹ്യൂമർ എന്നാണ് പറയേണ്ടത് ബോധത്തിനെ. ഓക്കെ, സോ അവന് നർമ്മബോധം ഒട്ടുമില്ല. ഹി ഡസന്റ് ഹാവ് എനി സെൻസ് ഓഫ് ഹ്യൂമർ. സത്യം ഒരിക്കലും അവൻ കണ്ടുപിടിക്കരുത്. സത്യം ഒരിക്കലും അവൻ കണ്ടുപിടിക്കരുത്. ഹി മസ്റ്റ് നോട്ട് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. ഹി മസ്റ്റ് നോട്ട് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം. അപ്പോ ഹി മസ്റ്റ് നോട്ട് ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കരുത് ട്രൂത്തിനെ, സത്യത്തിനെ അവൻ ഒരിക്കലും കണ്ടുപിടിക്കരുത്. ഈ വരി വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ഈ വരി, ഇവിടെ നമ്മൾ വരി എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ക്യൂവിനെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയി നിൽക്കുമ്പോൾ, ക്യൂ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. ഈ ക്യൂ അല്ലെങ്കിൽ ഈ വരി വളരെ പതുക്കെയാണ് നീങ്ങുന്നത്.
This line is moving very slowly. This line is moving very slowly. അപ്പോൾ ഇവിടെ ക്യൂ എന്നതിന് പകരം നമുക്ക് ലൈൻ, കുറെ ലൈനുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ക്യൂകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൈന് വളരെയാണ് നീങ്ങുന്നത്. നമ്മുടെ കയ്യിൽ അതിനുള്ള സമയമില്ല. നമ്മുടെ കയ്യിൽ അതിനുള്ള സമയമില്ല. We don't have time on our hands for that. We don't have time on our hands for that. Time on my hands എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സമയം. അവൻ എപ്പോഴും ഒരേ കാര്യം തന്നെയാ പറയുക. അവൻ എപ്പോഴും ഒരേ കാര്യം തന്നെയാ പറയുക. He always says the same thing. He always says the same thing. Always എന്ന് പറഞ്ഞാൽ എപ്പോഴും. സേസ് എന്ന് പറയരുത്. SAYS എന്നതിനെ സേസ് ഷോർട്ടായിട്ടാണ് പറയേണ്ടത്. ഹി ഓൾവേസ് സേസ് ദ സെയിം തിങ്. എന്നെ കണ്ടപ്പോൾ അവൾ ചമ്മിപ്പോയി. എന്നെ കണ്ടപ്പോൾ അവൾ ചമ്മിപ്പോയി. She was embarrassed when she saw me. She was embarrassed when she saw me. ചമ്മുക അല്ലെങ്കിൽ ചൂളിപ്പോകുക എന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എംബാരസ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഷീ വാസ് എംബാരസ്ഡ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഇ വെച്ച് തുടങ്ങുന്നതാണെങ്കിലും ഐന്റെ സൗണ്ടാണ് വരേണ്ടത്. ഷീ വാസ് എംബാരസ്ഡ് വെൻ ഷീ സോ മീ. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് നൗ വൈ ഐ സെഡ് ദാറ്റ്? ഡു യു അണ്ടർസ്റ്റാൻഡ് നൗ വൈ ഐ സെഡ് ദാറ്റ്? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്ക്. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്ക്. ആസ്ക് മീ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആസ്ക് മീ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നീ അത് പറഞ്ഞതെന്തിനാണെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നീ അത് പറഞ്ഞതെന്തിനാണെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു സെഡ് ദാറ്റ്. നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ യു സെഡ് ദാറ്റ്. പറയുക അതാണ് SAY, സേ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്, SAID. നിന്നെ കാണാൻ നിന്റെ അമ്മയുടെ പോലെ തന്നെയുണ്ട്. നിന്നെ കാണാൻ നിന്റെ അമ്മയുടെ പോലെ തന്നെയുണ്ട്. യു ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ മദർ. യു ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ മദർ. ഞാൻ പതിവ് പോലെ 10 മണിക്ക് ഉറങ്ങാൻ പോയി. ഞാൻ പതിവ് പോലെ 10 മണിക്ക് ഉറങ്ങാൻ പോയി അല്ലെങ്കിൽ കിടക്കാൻ പോയി. ഐ വെന്റ് ടു ബെഡ് അറ്റ് 10 ആസ് യൂഷ്വൽ. ഐ വെന്റ് ടു ബെഡ് അറ്റ് 10. വെന്റ് ടു ബെഡ് അല്ലെങ്കിൽ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുക അല്ലെങ്കിൽ കിടക്കാൻ പോകുക. ഐ വെന്റ് ടു ബെഡ് അറ്റ് 10 ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ പതിവ് പോലെ. നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ പ്ലീസ്? നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ പ്ലീസ്? ക്യാൻ യു സ്പെൽ യുവർ നെയിം പ്ലീസ്? ക്യാൻ യു സ്പെൽ യുവർ നെയിം പ്ലീസ്? സ്പെൽ യുവർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയുക. ഓക്കെ, നമ്മൾ ഇതിനെ ചിലപ്പോ തെറ്റായിട്ട് ക്യാൻ യു ടെൽ മീ ദ സ്പെല്ലിംഗ് ഓഫ് യുവർ നെയിം ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഓക്കെ, സ്പെല്ലിംഗ് അറിയണമെങ്കിൽ സ്പെൽ യുവർ നെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു സ്പെൽ ഇറ്റ്. ഇപ്പൊ ഒരു വാക്ക് നമ്മൾ കേട്ടു, അതിന്റെ സ്പെല്ലിംഗ് നമുക്ക് അറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ക്യാൻ യു പ്ലീസ് സ്പെൽ ഇറ്റ്. ഞാൻ നിനക്ക് ഒരു കഷ്ണം പിസ്സ എടുക്കട്ടെ. ഞാൻ നിനക്ക് ഒരു കഷ്ണം പിസ്സ എടുക്കട്ടെ. ഷാൽ ഐ ടേക്ക് എ സ്ലൈസ് ഓഫ് പിസ്സ ഫോർ യു? ഷാൽ ഐ ടേക്ക് എ സ്ലൈസ് അല്ലെങ്കിൽ ഒരു പീസ്. ഷാൽ ഐ ടേക്ക് എ പീസ് ഓഫ് പിസ്സ ഫോർ യു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിസ്സ അല്ല, അതിന്റെ പ്രൊനൗൺസിയേഷൻ പിസ്സ. അവിടെ ഒരു ടി വരുന്ന പോലെ സൗണ്ട് ഉണ്ട്. ഓക്കെ, പിസ്സ അല്ലാണ്ട് പിസ്സ അല്ല. ഓക്കെ, അതിന്റെ സത്യം നേരെ വിപരീതമാണ്. അതിന്റെ സത്യം നേരെ വിപരീതമാണ്. ദ വെരി ഓപ്പോസിറ്റ് ഇസ് ദ ട്രൂത്ത്. ദ വെരി ഓപ്പോസിറ്റ് ഇസ് ദ ട്രൂത്ത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വിപരീതമായ. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം. ദ വെരി ഓപ്പോസിറ്റ് ഇസ് ദ. അവളെ വളർത്തിയത് അവളുടെ മുത്തശ്ശിയാണ്. അവളെ വളർത്തിയത് അവളുടെ മുത്തശ്ശിയാണ്. She was brought by her grandmother. She was brought up by her grandmother. Grandmother എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. Brought up. Brought എന്ന വാക്ക് bring up. Bring എന്നതിന്റെ past tense ആണ്. അപ്പൊ വളർത്തി കൊണ്ടുവരിക എന്നതിനെ നമ്മൾ bring up അല്ലെങ്കിൽ past tenseലാണെങ്കിൽ brought up.
അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.